So today we will see something about a alkyne complexes. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കോംപ്ലക്സസ് ഓഫ് എ acetylene എന്നാണ്. Acetylene complexes of course are there, but they are not so stable, and you can see that if these hydrogens are replaced by some other groups, alkyl or allyl groups, such complexes are found to be more stable. അതിന് കാരണങ്ങളുണ്ട്, നമ്മൾ പിന്നെ ചിലപ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ശരി, നമ്മളിപ്പോൾ അസെറ്റിലീൻ കോംപ്ലക്സ് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ പറയാൻ വന്നത് ഈ ടൈപ്പ് കോംപ്ലക്സ് ആയിരിക്കും. ആർ സി ആർ ഇറ്റ് ഈസ് substituted acetylenes. Of course, acetylene can form complexes, and there are a lot of acetylene complexes. Pure C2H2 complexes exist ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ പല കാരണവശാലും കുറവാണ്. പ്രസൻസ് ഓഫ് ദീസ് ഹൈഡ്രജൻ മറ്റു പല വിധത്തിലും റിയാക്ട് ചെയ്യുന്നുണ്ട് തന്നെ. And you can see that most of the acetylene complexes are of this type, that is you can say of a substituted acetylene. And you know, in a alkyne, you can say in an alkyne have a CC triple bond. And of course of these three bonds, one is a sigma bond, other two are pi bonds. നമ്മൾ വളരെ നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. Okay, such complexes can be prepared very easily because you can see that this acetylene forms very stable bonds with certain metal ions, so that this acetylene or substituted acetylenes can replace some of the labile ligands. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. സാധാരണഗതിയിൽ ഇത് ഉണ്ടാക്കുന്നത് മറ്റ് കോംപ്ലക്സസിൽ നിന്ന് ലബൈല ലിഗൻസിനെ ഇത് ഉപയോഗിച്ച്, കാരണം ഇത് കൂടുതൽ സ്റ്റേബിൾ ആയ ബോണ്ട് ഫോം ചെയ്യും മെറ്റലുമായിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പലപ്പോഴും ഒരു മെത്തേഡ് അതാണ്, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ certain labile ligands from complexes. For example, you take a very well known dicobalt octacarbonyl and make it react with നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസെറ്റിലീൻ ഇങ്ങനെ എഴുതും. കുഴപ്പമില്ലാലും C2R2 ആർ സി ട്രിപ്പിൾ ബോണ്ട് CR, അതാണ് നമ്മൾ C2R2 എന്ന് എഴുതുന്നത്. ആർ രണ്ടും ഒന്നാവാം, ആർ രണ്ടും വ്യത്യസ്തമാവാം. ഒരാൾ ആൽക്കയിലും ഒരാറ് അരയിലും ആവാം, ഒരാള് ആൽക്കയിലും മറ്റേ ആള് രണ്ടും ആൽക്കയിലാവാം, രണ്ടും അരയിലാവാം, ചിലപ്പോൾ ഹൈഡ്രജൻ ആവാം, രണ്ടും ഹൈഡ്രജൻ ആവാം. എല്ലാത്തിനും ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. And you can see that such acetylenes or alkynes can substitute some of the carbon monoxide ligands and get converted into CO2, CO6, C2R2 with the removal of a 2 carbon monoxide. രണ്ട് കാർബൺ മോണോക്സൈഡ് അതിന് സ്ഥാനം ഒരു C2R2 ഏറ്റെടുക്കുന്നു. And we get an alkene complex. ഇതിനെ പറ്റി നമ്മൾ കുറച്ച് ഒന്നും കാണുന്നത് മനസ്സിലാക്കും. അതൊരു മെത്തേഡാണ് ഇതിനെ ആൽക്കൈൻ കോംപ്ലക്സസിന്റെ പ്രിപ്പറേഷനിൽ. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് certain metal halides. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ പേര് ടൈറ്റാനോസിൻ ഡൈക്ലോറൈഡ് എന്നാണ്. ടൈറ്റാനോസിൻ നമ്മൾ ഫെറോസിൻ പറയണ്ടേ, C5H5 ഈറ്റ5 ആണ്. നമ്മൾ ഈറ്റ5 പൈ എഴുതിയാൽ മതി. C5H5 Fe നമ്മുടെ ഫെറോസിൻ ആയിരുന്നു. ഫെറോസിൻ, നിക്കലോസിൻ, കൊബാൾട്ടോസിൻ, അത് നമ്മൾ കുറച്ച് പഠിക്കുന്നതും ഇതിന്റെ പേര് ടൈറ്റാനോസിൻ ഡൈക്ലോറൈഡ് എന്ന് പറയാം. പേരിനെ പറ്റി അറിയിക്കണ്ട. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ടു റിയാക്ട് വിത്ത് aluminum in the presence of an alkyne. You can see that this aluminum reduces titanium. This titanium 2 ആണ്, നമുക്ക് രണ്ട് ക്ലോറൈഡ് ഉണ്ട്, titanium 2 ആണ്. And you can see that this reaction proceeds to the formation of അലുമിനിയം കുഴപ്പമൊന്നുമില്ല, മെഗ്നീഷ്യം.
Magnesium കൂടുതലുള്ളത്. You can see that it forms magnesium chloride. So actually magnesium is acting as a reducing agent, reduces titanium 2 into titanium 0, and you can see that this compound is again an alkyne complex. ഇത് വേറെ ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ആൽക്കൈൻ കോംപ്ലക്സ് ഉണ്ടാക്കാൻ. ഒരു മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, മറ്റേ മെത്തേഡ് റിഡക്ഷൻ ആവശ്യമാണ്. ഓക്കെ, പ്രിപ്പറേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു. കൂടുതൽ നമ്മൾ ഇറങ്ങുന്ന നോട്ടിലും മറ്റു ടെസ്റ്റിലും ഒക്കെ കണ്ടുപിടിക്കാം. തൽക്കാലം ഇത് രണ്ടെണ്ണം ഓർത്ത് വെക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾ മതി, കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, രണ്ട് കാർബൺ മോണോക്സൈഡ് പോയിട്ട് അവിടെ ഒരു ആൽക്കൈൻ വന്നു. ഇവിടെ എന്താണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ട് ക്ലോറൈഡ് പോയിട്ട് ആണ് വന്ന് എന്താണ് ഇത് റിഡക്ഷൻ ആണ്. ബിക്കോസ് മെഗ്നീഷ്യം റെഡ്യൂസസ് ടൈറ്റാനിയം 2 into ഇത് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ നമുക്ക്. ബിക്കോസ് ദിസ് ഈസ് ന്യൂട്രൽ, ദിസ് ഈസ് ഓൾസോ ന്യൂട്രൽ, സോ ദാറ്റ് ക്യാൻ ബി ടൈറ്റാനിയം 2 or ടൈറ്റാനിയം 0. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ മൈനസ് ആയിട്ട് കണ്ടുകൊണ്ട് ടൈറ്റാനിയം 4 ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എനിവേ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എ റിഡക്ഷൻ റിയാക്ഷൻ യൂസിങ് മെഗ്നീഷ്യം. പ്രിപ്പറേഷൻ കാണുമ്പോൾ പ്രധാനമായിട്ട് സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ആണ്. യു കെൻ സീ ദാറ്റ് അസെറ്റിലീൻസ് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ആൽക്കൈൻസ് ഓർ അസെറ്റിലീൻസ്. അസെറ്റിലീൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൻസും പെടും. Can act either as a 2 electron donor or as a 4 electron donor, depending upon whether it is making use of one of its pi orbitals or both of its pi orbitals. ഒരു pi orbital മാത്രം അല്ലെങ്കിൽ pi bond മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ you can see that it can act as a 2 electron donor. Okay. Or if it uses both of its pi bonds, നേരത്തെ പറഞ്ഞ ഒരു സിഗ്മ ബോണ്ട് രണ്ട് pi bond ഉപയോഗിച്ചിട്ട് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ആക്ട് ആസ് എ 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഈ ആൽക്കൈൻ അസെറ്റിലീനെ രണ്ട് വിധത്തിൽ റിയാക്ട് ചെയ്യും. ഒന്നെങ്കിൽ 2 ഇലക്ട്രോൺ ആയിട്ട് അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ ആയിട്ട്. തീർന്നില്ല. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ 4 ഇലക്ട്രോൺ ഡോണർ ഐദർ ടു ദി സെയിം മെറ്റൽ ഓർ ടു 2 ഡിഫറെന്റ് മെറ്റൽസ്. മനസ്സിലായോ? കാരണം ഒരു പൈ ബോണ്ട് ഒരു മെറ്റലുമായിട്ടോ മറ്റേ പൈ ബോണ്ട് വേറെ മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബ്രിഡ്ജിംഗ് ലിഗാൻഡ് ബിറ്റ്വീൻ 2 metal centers. Okay, or if it donates both of its pi electron cloud to the same metal ion or metal center, you can say that it can act as a 4 electron donor to a particular metal. ഒരു മെറ്റലിനോ രണ്ട് മെറ്റലിനോ ആയിട്ട് ഈ 4 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാം. ഒരേ മെറ്റലിന് 4 കൊടുക്കാം, അല്ലെങ്കിലോ ഒരു മെറ്റലിന് 2 വേറെ മെറ്റലിന് 2 കൊടുക്കാം. അപ്പോൾ അതെന്തായി, ദാറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബ്രിഡ്ജിംഗ് ലിഗാൻഡ്. ഇങ്ങനെ പല വിധത്തിലും അസെറ്റിലീനെ റിയാക്ട് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന്റെ ഈ രണ്ട് പൈ ബോണ്ടുകളെ ദേ ആർ മ്യൂച്വലി ഓർത്തോഗണൽ ഓർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. നമുക്കറിയാം കാർബൺ സിഗ്മ ബോണ്ട് ആദ്യം ഫോം ചെയ്തു. കാർബൺ ഈസ് sp hybridized and you can see that it forms 2 sigma bonds, one with the neighboring carbon, other with the hydrogen. Acetylene ഇങ്ങനെയായിട്ട് നമുക്കറിയാം. And now it has 2 p orbitals, unhybridized p orbitals, one like this in the plane of the bond, other one perpendicular to this, isn't it? So these 2 p orbitals undergo a lateral overlap, what we see forming a pi bond. So this pi bond will be in the plane of the bond. Now it has 2 other p orbitals perpendicular to these 2 p orbitals. പഠിച്ചോർമ്മ ആദ്യം പ്ലസ് 2 ക്ലാസ് വരെ പഠിക്കുന്നതാണ്, പല സ്ഥലത്തും കാണുന്നതാണ്. And these 2 p orbitals are perpendicular to these 2 p orbitals. That means it is perpendicular to the plane of the ഒരു ലോബിങ് മുമ്പിലേക്കും ഒരു ലോബിങ് ബോണ്ടിന്റെ ബാക്കിലേക്ക് പോകുന്ന പോലെയാണ്. അത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ട് വേറൊരു പൈ ബോണ്ട് ഉണ്ടാവും. അപ്പോഴേ ഒരു പൈ ബോണ്ട് ക്ലൗഡ് ഇങ്ങനെ ഉണ്ടാവും. മറ്റേത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പ്ലെയിനിലാണ് മറ്റേതാ ഇതിന്റെ ലേശം മുമ്പിലും പുറകിലായിട്ടാണ് ആ രണ്ട് ക്ലൗഡ് ഉണ്ടാവുക. ഓക്കെ, ഈ രൂപത്തിലാണ് പൈ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ പൈ ബോണ്ടിൽ ഈ ഒരു പൈ ബോണ്ട് ക്ലൗഡ്, ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് മാത്രം ഡൊണേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു 2 ഇലക്ട്രോൺ ഡോണർ ആയിട്ടും, അതല്ല 2 പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഡൊണേറ്റ് ചെയ്ത് അതിനെ 4 ഇലക്ട്രോൺ ഡോണർ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ആർക്ക്? അസെറ്റിലീന്.
ഓക്കെ, അങ്ങനെ 4 ഇലക്ട്രോൺ ഡോണറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് ആ 4 ഇലക്ട്രോൺസും ഒരേ മെറ്റലിന് കൊടുത്തുകൊണ്ട് ഒറ്റ മെറ്റൽ സെന്ററുമായിട്ട് ബോണ്ട് ചെയ്യാം, അതല്ല 2 മെറ്റൽ സെന്റേഴ്സുമായിട്ടും ബോണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, and if you consider the simple bonding between the metal and the alkyne or acetylene, we can see that this type of bonding is almost the same as our Dirac model. That is a sigma donation and a pi back bonding. See, ഡബിൾ ബോണ്ട് ഒരു പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. മറ്റേ പൈ ബോണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും, മെറ്റലിന്റെ നമുക്കറിയാം ദിസ് ഈസ് ദ ഫിൽഡ് ഓർബിറ്റൽ. ഇത് മെറ്റലിന്റെ എംപ്റ്റി ഓർബിറ്റൽ ഇങ്ങനെ ഒരു സിഗ്മ ഇന്ററാക്ഷൻ, ദാറ്റ് ഈസ് ദ യു കൻ സേ ദാറ്റ് ലിഗാൻഡ് ടു മെറ്റൽ സിഗ്മ ബോണ്ട്, ജസ്റ്റ് ലൈക്ക് അവർ Dirac model. And we have a metal d orbitals which are filled, and we have the corresponding pi star orbital which is empty, so that this is the metal to ligand pi bond. This is ligand to metal sigma bond, another one is metal to ligand, just like the bonding in alkenes or olefins. അതേപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. മറ്റേ പൈ ബോണ്ടിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. നമുക്കറിയാം ഈ ടൈപ്പ് ബോണ്ടിങ്ങിൽ ബാക്ക് ബോണ്ടിങ് കൂടുതൽ പ്രോമിനന്റ് ആവുമ്പോൾ, കൂടുതൽ സീരിയസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ. ഇപ്പൊ എത്രയാണ് ഇത് sp ആണ്. നമ്മൾ ഒളിഫീൻസിന്റെ കേസ് പഠിച്ചിട്ടുണ്ട്. sp2 carbon slowly changes towards sp3 carbon in the bonding of olefins. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് the substituents bend away from the plane. മുമ്പേ കണ്ടിട്ടുണ്ട് നമ്മൾ ആൽക്കീൻസിന്റെ ഒളിഫീൻസിന്റെ കേസ് കണ്ടിട്ടുണ്ട്. In the olefin complexes the substituents which are in the plane of the molecule slightly bends away. എന്തുകൊണ്ടാണ്? Because the hybridization is changing from sp2 to sp3. In that case, here similarly we can see that the sp carbon ഇതിങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നത്, ബാക്ക് ബോണ്ടിങ് സീരിയസ് ആകുമ്പോൾ ഇത് ഏകദേശം എന്തുണ്ടാവും, they can see that നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ആൽക്കീൻസിന്റെ കേസിൽ മെറ്റലാസൈക്ലോപ്രോപ്പൈൻ എന്ന് പറഞ്ഞു. എന്താണ് ഇത്? മെറ്റലാസൈക്ലോപ്രോപ്പീൻ. ഇവിടെ ഇപ്പോഴും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, മറ്റൊരു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറിയതാണ്. സോ ഇറ്റ് ബിഹേവ്സ് ജസ്റ്റ് ലൈക്ക് മെറ്റലാസൈക്ലോപ്രോപ്പീൻ. This type of bonding is seen especially in the case of a earlier transition metals. Earlier transition metals കേസിൽ ബാക്ക് ബോണ്ടിങ് കുറച്ചുകൂടി സീരിയസ് ആണ്, ഒരു പ്രോമിനന്റ് ആണ്. ലേറ്റർ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ ബാക്ക് ബോണ്ടിങ് അത്രയും പ്രോമിനന്റ് അല്ല. നമ്മൾ നേരത്തെ എടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്താണ് നമ്മളിപ്പോ ഈ എക്സാമ്പിൾ TI 5C5H5 twice Cl2 C5H5 അല്ല, സോറി 5C5H5 twice Cl2 അല്ല, എന്താണ് C2R2. Here the metal ion, central metal is titanium, that is one of the earlier transition metal. In that case, back bonding is serious or prominent. You can see that the bonding pattern will be something like this. Whereas if you consider this platinum C2R2. ഇവിടെ ഞാൻ മനഃപൂർവ്വം ഇവിടെ എടുത്തത് 5C5H5 ആണ്. അത് കൂടുതൽ ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക് ബോണ്ടിങ് സീരിയസ് ആയിട്ടുള്ള ലിഗാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മാത്രമല്ല, കാരണം ഞാൻ തൊട്ടുമുമ്പിൽ കാര്യം ശ്രദ്ധിക്കുക, ഏർലിയർ ട്രാൻസ്മിഷൻ മെറ്റൽസിന്റെ കേസിലെ ബാക്ക് ബോണ്ടിങ് സീരിയസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിരിക്കും. ലേറ്റർ ട്രാൻസ്മിഷന്റെ കേസിൽ അത്രത്തോളം ലെസ് പ്രോമിനന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? You see that the electronegativity increases from left to right in the periodic table. Earlier എന്ന് പറഞ്ഞാൽ electronegativity comparatively കുറവായിരിക്കും. That can be act as a better donor. In that case, back bonding will be more serious. When we come to the later transition metals, the electronegativity increases, and you can see a more electronegative metal is always electropositive, but you can see electronegativity increases.
electropositive nature decreases. That is why what we say. And we can see that in that case metal is somewhat a poorer donor and back bonding will be less prominent. So സാധാരണഗതിയിൽ ഈ ടൈപ്പ് എല്ലാത്തിനും ഏർലിയർ ട്രാൻസ്ഫർ മെറ്റൽസിന്റെ കേസിൽ ബാക്ക് ബോണ്ടിങ് കുറച്ചുകൂടി പ്രോമിനന്റ് ആയിരിക്കും, ലേറ്റർ ആവുന്നത് ലെസ് പ്രോമിനന്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒറ്റ ഫാക്ടർ മാത്രമല്ല ബാക്ക് ബോണ്ടിങ് ഒക്കെ തീരുമാനിക്കുന്നത്, പല ഫാക്ടേഴ്സ് ഉണ്ട്. വേറൊരു ഫാക്ടർ, പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതനുസരിച്ച് ദാറ്റ് വിൽ ബിക്കം എ പുവറർ ആൻഡ് പുവറർ ഡോണർ ടുവേർഡ്സ് എ പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്. ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കുറവാ, 0 ആക്കി നോക്കിയാൽ ദാറ്റ് വിൽ ബി എ ബെറ്റർ ഡോണർ. തീർന്നില്ല, അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത മറ്റ് ലിഗാൻഡ്സ്, മറ്റേ നമ്മൾ ഇതിലേക്കുള്ള ബാക്ക് ബോണ്ടിങ് പറയുമ്പോൾ ഇപ്പോഴത്തെ ലിഗാൻഡ്സ് ആണ് നോക്കുക. അതൊരു നല്ല നമ്മൾ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള സ്ട്രോങ് ആയ ഒരു പൈ ആക്സെപ്റ്റർ ലിഗാൻഡ് ആണെങ്കിൽ അങ്ങോട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ്, അങ്ങോട്ട് പോകാനുള്ള സാധ്യത കുറയും. ദ ബാക്ക് ബോണ്ടിങ് ഇൻ ദിസ് കേസ് വിൽ ബി ലെസ് പ്രോമിനന്റ്. ബാക്ക് ബോണ്ടിങ് ലെസ് പ്രോമിനന്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്ക് ബോണ്ടിങ് ലെസ് പ്രോമിനന്റ് ആവുമ്പോൾ ദാറ്റ് വിൽ ബി ബാക്ക് ബോണ്ടിങ് സീരിയസ് ആവുമ്പോൾ ദാറ്റ് വിൽ ബി ലൈക്ക് മെറ്റൽ സൈക്ലോപ്രോപ്പേൻ. അപ്പോഴാണല്ലോ ഈ ബോണ്ട് ഏകദേശം എന്തായി മാറുക? ഈ ബോണ്ട് എന്തായി മാറുക? മെറ്റൽ കാർബൺ ബോണ്ട് ഏകദേശം ഒരു ബോണ്ട് ഇവിടെ ഈ ട്രിപ്പിൾ ബോണ്ട് ശ്രദ്ധിക്കുക, ഇത് മുറിഞ്ഞു പോയിട്ടാണ് 2 p ഓർബിറ്റൽസ് ഇങ്ങനെ മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ, മെറ്റൽ ബാക്ക് ബോണ്ടിങ് അത്ര സീരിയസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം സി സി. അപ്പോൾ ബോണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. When we go from say left to right, you can see that back bonding become less and less prominent. Okay, so back bonding prominent ആവുമ്പോൾ you can see that the hybridization tends to from sp into sp2 and the substituents ഇല്ല, കാരണം ഈ ട്രിപ്പിൾ ബോണ്ട് ചെയ്യുമ്പോൾ അവർ r മാത്രമേ ഇങ്ങോട്ടുള്ളൂ. this r bends away, ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ഇത് മനസ്സിലായോ? ഇങ്ങോട്ടല്ല, മെറ്റൽ ഇവിടെയുള്ളത്, away from the metal ഇങ്ങോട്ട്, ഇവിടെയുള്ള ആറ് ഇങ്ങനെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. bends away from the metal, അപ്പോൾ ഇതിൽ നിന്ന് ദൂരെ പോകും. മനസ്സിലായി? You can see that in the case of say this type of complexes, this type of bending is seen, especially in the case of this complex. ഞാൻ പറഞ്ഞു ബാക്ക് ബോണ്ടിങ് എത്രത്തോളം പ്രോമിനന്റ് ആണോ അത്രത്തോളം അത് പുറകോട്ട് ബെൻഡ് ചെയ്തു പോകും. സോ ദ ആംഗിൾ ചേഞ്ചസ് ഫ്രം 180 ആണ് ഇപ്പോൾ, അതിനെ പതുക്കെ പറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല വെറുതെ കാണാൻ പറ്റുന്നതാണ് ഈ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്. കാരണം this changes from a triple bond to a double bond. ഈ കേസിലൊക്കെ ഏകദേശം ടൈറ്റാനിയത്തിന്റെ കേസിൽ ഏകദേശം ഒരു എക്സാമ്പിൾ ചെയ്തന്നെ ജനറലായിട്ട് പറയേണ്ട ആവശ്യമില്ല. In this complex, PR3 twice, PT, then this is a C2 എന്ന് പറഞ്ഞാൽ ഇതാണ് C ട്രിപ്പിൾ ബോണ്ട് C. ഒരു ഭാഗത്ത് CH3യും മറ്റേ ഭാഗത്ത് ഫിനൈൽ വരുന്ന ഒരു മോളിക്യൂൾ. അതിന്റെ പേര് ഫിനൈൽ പ്രൊപ്പൈൻ എന്നാണ്. ഫിനൈൽ C3CH എന്ന് പറഞ്ഞാൽ പ്രൊപ്പൈൻ ആണ്. ദിസ് ഈസ് ഫിനൈൽ പ്രൊപ്പൈൻ. ഫിനൈൽ പ്രൊപ്പൈനിലുള്ള ബോണ്ട് ലെങ്ത് ഏകദേശം 120 pm ആണ്. Free phenyl propyl, and when in this complex it is seen that it is about 128 pm. That is, when bonded to this platinum, you can see that causes a increase in the bond length. Why? Because of the change from sp2 carbon, sp3 carbon into sp2 carbon, because of the
ചേഞ്ച് ഫ്രം ദി ട്രിപ്പിൾ ബോണ്ട് ടു എ ഡബിൾ ബോണ്ട്. ഇത് ട്രിപ്പിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട് അല്ലെങ്കിലും ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് പതുക്കെ അതിന്റെ ഡബിൾ ബോണ്ടിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുകയാണ്. കുറച്ച് ഡബിൾ ബോണ്ട് ക്യാരക്ടർ അതിന് വരികയാണ്, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ക്യാരക്ടർ കൂടാണ്. അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ കുറയാണ് മൂന്നിൽ നിന്ന്. രണ്ടാമത് ബോണ്ട് ഓർഡർ കുറയാണ്. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ് ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി. നമ്മളൊക്കെ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ഫ്രം ദി പൈ ഓർബിറ്റൽ ആൻഡ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി പൈ സ്റ്റാർ ഓർബിറ്റൽ. ഇലക്ട്രോൺ ഡെൻസിറ്റി പൈയിൽ നിന്ന് പോയാലും പൈ സ്റ്റാറിൽ എത്തിയാലും രണ്ടും ഒരേ എഫക്റ്റ് ആണ്. എന്താണ്? ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യണം. ബോണ്ടിങ് ഓർബിറ്റൽ നിന്ന് ഇലക്ട്രോൺ ഡെൻസിറ്റി പോകുന്നു, ആന്റി ബോണ്ടിങ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നു. രണ്ടും റീഇൻഫോഴ്സിംഗ് ആണ് ടുവേർഡ്സ് എ ഡിക്രീസ് ഇൻ ദി ബോണ്ട് ഓർഡർ ഓർ ഇൻക്രീസ് ഇൻ ദി ബോണ്ട് ലെങ്ത്. മാത്രമല്ല അതിന്റെ IR സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ you can see that the carbon stretching frequency or the new CC will decrease from around 2300 into 1800. അത്രയും വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാവില്ല? അത് കുറയാണ്. എന്താണ്? ബിക്കോസ് ബോണ്ട് ഈസ് വീക്കെൻഡ്. ഇത് സ്ട്രോങ് ബോണ്ടാണ്. ഇവിടെ ഫ്രീ അസെറ്റിലിനില് അല്ലെങ്കിൽ ഫ്രീ മോളിക്യൂളിൽ കോമ്പൗണ്ട് ഫിനൈൽ പ്രൊഫൈലില്. പക്ഷെ അത് ബോണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ബോണ്ട് വീക്ക് ആവുന്നു. രണ്ട് വിധത്തിൽ കാണാൻ പറ്റും. ഒന്ന് എന്താണ്? ബോണ്ട് ലെങ്ത് കൂടും, മറ്റേത് ന്യൂ CC കുറയും. ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. നമ്മൾ കാർബണൈസേഷൻ കേസിലൊക്കെ കണ്ടാണ്. അതേപോലെ അതേ പാറ്റേൺ ആലോചിച്ചാൽ മതി. ഈ കാരണം കൊണ്ട് വളരെ ക്ലിയർ ആണെന്നാണ് ഈ ടൈപ്പ് ബോണ്ടിങ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെയുള്ള ഫിനൈൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഏകദേശം ഈ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഏകദേശം ഒരു 40 ഡിഗ്രി ലീനിയാരിറ്റിയിൽ ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. ഏകദേശം ഒരു 40 ഡിഗ്രി ബെൻഡ് ചെയ്യുന്നുണ്ട്. ആരെ? ഈ പറഞ്ഞ CCC. CCC ഇത് ഫിനൈലാണ്, ഇത് പ്രൊപ്പീനാണ്, ഇത് മീഥൈലാണ്. ഈ ഇത് ഇങ്ങോട്ട് ഏകദേശം ഈ 180 നിന്ന് ഒരു 40 ഡിഗ്രി ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഇതൊക്കെ കാണിക്കുന്നത് ബോണ്ടിങ് പാറ്റേൺ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഡിവാർത്തേറ്റർ മോഡൽ തന്നെയാണ് അവിടെ ബോണ്ടിങ് പാറ്റേൺ എന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ആൽക്കൈൻ ഓർ അസെറ്റിലിനുള്ള രണ്ട് പൈ ബോണ്ടും ഒരേ സമയത്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് ഒരു മെറ്റലിനോ രണ്ട് മെറ്റൽ സെന്റേഴ്സ് ആകുമ്പോൾ ദാറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബ്രിഡ്ജിംഗ് ലിങ്കേജ്. അതിന്റെ നല്ലൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് ഞാനൊരു സാധനം കണ്ടിരുന്നു. ഇതാണ് CO2 CO6 C2R2. നമ്മൾ പ്രിപ്പറേഷൻ പറയുമ്പോൾ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ you can see that the C2R2 is actually acting as a bridging ligand between the two. മിക്കവാറും എല്ലാ ബുക്കിലും എക്സാമ്പിൾ തന്നെ കാണാം നമ്മുടെ ബിൽഡിങ്ങിന്. You can see that the structure is something like this. CO is here, ഒരു 3 കാർബൺ മോണോക്സൈഡ്, ഒരു CO, 3 കാർബൺ മോണോക്സൈഡ്. നമുക്കറിയാം CO2 CO8 സ്ട്രക്ചർ നമ്മൾ കണ്ടാണ്. എങ്ങനെയായിരുന്നു? CO 4 CO4 ഇവിടെയും 4 CO ഇവിടെയും 4 CO ഇവിടെയായിരുന്നു. CO2 CO8 അതിൽ നിന്ന് 2 CO പോയിട്ടാണ് ഈ പറഞ്ഞ C2R2. ആ 2 CO കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രോണിന്റെ നഷ്ടം ഒരു C2R2 മേക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ് ആദ്യം കണ്ട റിയാക്ഷൻ മേലെ പറഞ്ഞത് എന്താണ്? CO2 CO8 പ്ലസ് C2R2 ഗിവിംഗ് CO2 CO6 C2R2 പ്ലസ് 2 CO ഒഴിവാക്കുകയാണ്. ഇവിടുന്ന് ഓരോ CO പോയി. ഇവിടുന്ന് ഒരു CO 2 ഇലക്ട്രോൺ നഷ്ടമുണ്ട്, ഇവിടുന്ന് ഒരു CO 2 ഇലക്ട്രോൺ. ഈ 4 ഇലക്ട്രോൺ നഷ്ടം കൂടി ആര് മേക്കപ്പ് ചെയ്യാണ്? ഒരു C2R2 മേക്കപ്പ് ചെയ്യാണ്. See that ഒരു പൈ ബോണ്ട് ഇങ്ങോട്ടും മറ്റേ പൈ ബോണ്ട് ഇങ്ങോട്ടും ബോണ്ട് ചെയ്യാം. അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ ഈ സിഒവും വരച്ചിട്ട് ഈ കാർബൺ ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, മറ്റേ കാർബൺ ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയും വരക്കാം. മനസ്സിലായിട്ട് പറയുന്നത് 2 കാർബണിൽ ഈ കാർബൺ ഇങ്ങോട്ട് ലൈൻ വരക്കാം. ഇതുപോലെ ഇവിടെ നേരത്തെ CC മെറ്റൽ വരത്തില്ല, മെറ്റൽ ആ സൈക്ലോ പ്രൊപ്പീൻ പോലെ നമുക്ക് വരക്കാം. ഇപ്പൊ 2 അല്ലെങ്കിൽ ഈ ഒരു പൈ ബോണ്ട് നേരിട്ട് ഇങ്ങോട്ട് ഒരു വര മാത്രം വരക്കാം. ഞാൻ വരച്ചിരിക്കുന്നതാണ് ഒരു പൈ ബോണ്ട് ഇങ്ങോട്ട്, മറ്റേ പൈ ബോണ്ടിന് ഇങ്ങോട്ട്. ഇത് സംഭവിക്കുന്ന you can see that the CC axis is a
പെർപെൻഡിക്കുലർ ടു CO ലൈൻ. ഈ CO ലൈൻ അതായത് ഈ CR നിൽക്കുന്നത് ഈ ബോർഡിന് ഇപ്പൊ ഈ ബോർഡിലാണ് നിൽക്കുന്നത്, ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കാം, ഒരു പൈ ബോണ്ട് ഇങ്ങോട്ടും മറ്റേ അതിന് 90 ഡിഗ്രി മറ്റേ പൈ ബോണ്ട് അങ്ങോട്ട്, ഇത് രണ്ടും നമ്മുടെ ആംഗിൾ എത്രയായിരുന്നു, ഏകദേശം 90 ഡിഗ്രി ആയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മെറ്റൽ അല്ലെ കൊബാൾട്ട് ലൈനിനും ഇത് CC ലൈനും ഇങ്ങനെയാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. CC നിൽക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഒരു C ഉള്ളിൽ ഒരു C ബോർഡിന് പുറത്തുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ CC ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, രണ്ട് CC ബോണ്ട് ഉണ്ട്, ഒന്ന് ഇവിടെയും മറ്റേ 90 ഡിഗ്രി. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു 2 പൈ ബോണ്ട്സ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ. So that one of the pi bonds can interact with one metal and the other pi bond can interact with the other metal. This will donate 2 electrons to this metal and other one will donate 2 electrons to that metal. വരച്ച് കാണിക്കാൻ ബോർഡിൽ വരച്ച് ഞാൻ പ്രധാനം ജയിച്ചു വരച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇങ്ങനെയല്ല, എന്താണ് തിരിച്ചിട്ടല്ല, ശരിക്കും പെർപെൻഡിക്കുലർ ആണ്. The CC bond is perpendicular or orthogonal to the CO bond. ഈ CO bond തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇതിന്റെ കുറച്ച് മേലെയായിട്ട് ഒരു ബോണ്ട് ഇങ്ങനെയാണ്, മറ്റേ ബോണ്ട് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? So that one pi bond can interact with one metal, other pi bond can interact with the other metal. ഈ ടൈപ്പിലാണ് നമ്മുടെ അസറ്റിലിൻ അല്ലെങ്കിൽ ആൽക്കൈൻസ് ഒക്കെ ബ്രിഡ്ജിംഗ് ലെയറിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോഴോ there are many examples. ബുക്കിലൊക്കെ മിക്കവാറും ഏത് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മുടെ സിലബസ് പറഞ്ഞാൽ മിക്കവാറും ബുക്കിലൊക്കെ ഉള്ള എക്സാമ്പിൾ ഇത് തന്നെയാണ്. CO2, CO6, C2R2. Okay. Or maybe methyl or ethyl or whatever, phenyl, whatever it may be, no problem. The main thing is the C triple bond C. അപ്പൊ ഇതിന് ഇലക്ട്രോൺ കൗണ്ട് ചോദിച്ചാൽ എത്രയാണ്? യാതൊരു സംശയമില്ല. സപ്പോസ് ഇതൊന്നും പറയാണ്ട് മറ്റേ ഇലക്ട്രോൺ കൗണ്ട് ഒരു കൊബാൾട്ട് 9, രണ്ടാമത്തെ കൊബാൾട്ട് 9, 9, 18, 3, 3, 6 CO, 6, 2, 12. പിന്നെന്താണ് CRC, അതിലെത്രയാണ്? 4 ആൽക്കൈനീസ് ആക്ടിങ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കൊബാൾട്ടിന്റെ 9, 2 കൊബാൾട്ടിന്റെ 18, കാർബൺ മോണോക്സൈഡിന്റെ 2, 6 കാർബൺ മോണോക്സൈഡ് 6, 2, 12, ഒരു ആൽക്കൈനിന്റെ 4, ഒരു CO ബോണ്ടിന്റെ 2, എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടും. 36/2, 2 കൊബാൾട്ടിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊബാൾട്ടിന് 18 ഇലക്ട്രോൺ ആണ്. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരു കൊബാൾട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊബാൾട്ടിൻ്റെതായ 9, ഈ ബോണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന 1, 9, 10, 10, 6, 16, 16, 2, 18, അങ്ങനെ കൂട്ടിയാൽ 18 തന്നെയാണ്. ഓക്കെ. ഇനി അടുത്ത ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 ഇലക്ട്രോണും ഒരു മെറ്റലിനാണ് കൊടുക്കുക. അപ്പൊ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. എങ്ങനെയാണ് എല്ലാം കൂടി വൈൻഡ് ചെയ്യുന്നത്? ഈ 4 ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ 2 മെറ്റൽ ലിഗാൻഡ് ബോണ്ടും 2 ബാക്ക് ബോണ്ടിങ് ഉണ്ടാവണം. ശരിയല്ലേ? 2 മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ്ങും 2 ബാക്ക് ബോണ്ടിങ്ങും വരണം. എനിക്ക് സീ ദാറ്റ് ദ ഫസ്റ്റ് ബോണ്ട്, ഒന്നാമത്തെ എന്താണ്? നമ്മൾ നേരത്തെ കണ്ട ഡിവാർക്ക് ആറ്റം ബോണ്ടിൽ യാതൊരു സംശയമില്ല. എന്താണ്? C that is a sigma bond. അതിന്റെ ബാക്ക് ബോണ്ടിങ് എങ്ങനെയായിരിക്കും? അത് നമുക്കറിയാം. നമ്മുടെ ഡിവാർക്ക് ആറ്റം ബോണ്ട് പോലെ തന്നെ ഈ C ട്രിപ്പിൾ ബോണ്ട് സിയുടെ ഇത് യാതൊരു സംശയം അവിടെയില്ല. ഇത് സിഗ്മ ബോണ്ട്. ഇതെന്താണ്? ഇത് ബാക്ക് ബോണ്ടിങ്, പൈ ബോണ്ടിങ് ആണ്. ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഇന്ററാക്ഷൻ, അടുത്ത പൈ ബോണ്ട് ഒരെണ്ണം പോയി, ഇപ്പൊ ഒരെണ്ണം പോയി കരുതുക. ഇത് പോയി കഴിഞ്ഞു. ഇനി ഒരു പൈ ബോണ്ട് ബാക്കിയുണ്ട്. ആ പൈ ബോണ്ട് ഇതേപോലെ മെറ്റലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് അതിന്റെ ഡയറക്ഷൻ പറയാണ്. അത് വൈൻഡ് ചെയ്യുന്നത് that is actually the second pi bond interact with the metal d orbital with a pi interaction. അത് pi interaction സൈഡ് വൈസ് മാത്രമേ ഇതിനെ പറ്റൂ. കാരണം ഇവിടെയുള്ള you can see that ഇതിനെ ശ്രദ്ധിക്കുക, C ട്രിപ്പിൾ ബോണ്ട് C എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ഇത് നമ്മുടെ ബോർഡിന്റെ പ്ലെയിനിലാണുള്ളത്. ഒരു പൈ ബോണ്ട് ആയാലും വരച്ചിരിക്കുന്നത്. ഒരു പൈ ബോണ്ട് അവിടെ തന്നെ കാണുന്നത്. ഈ പൈ ബോണ്ട് എവിടെയുള്ളത്? ഈ ബോർഡിന്റെ പ്ലെയിനിലുള്ളത്.
ഈ ബോർഡിന്റെ പ്ലെയിനിലുള്ള പൈ ബോണ്ട് ഈ ബോർഡിന്റെ പ്ലെയിനിലുള്ള പൈ ബോണ്ടും ഈ ബോർഡിന്റെ പ്ലെയിനിലുള്ള മെറ്റലും കൂടി ഈ ബോർഡിന്റെ പ്ലെയിൻ ഇന്ററാക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് സിഗ്മ ബോണ്ട് ഈ ബോർഡിന്റെ പ്ലെയിനിലുള്ള പൈ സ്റ്റാർ ഓർബിറ്റിലും അതേ പ്ലെയിനിലുള്ള മെറ്റലിന്റെ ഡി ഓർബിറ്റ് ഇന്ററാക്ട് ചെയ്യുന്നു. പക്ഷേ സൈഡ് വേസ് ആണ്, അത് പൈ ബോണ്ട്. ഇനി എന്താ ഉള്ളത്? ഈ ബോഡിയുടെ പെർപെൻഡിക്കുലർ പ്ലെയിനിലുള്ള ബോഡിയുടെ പെർപെൻഡിക്കുലർ പ്ലെയിനിലുള്ള പൈ ഓർബിറ്റലും ഈ ബോഡിയുടെ പെർപെൻഡിക്കുലർ പ്ലെയിനിലുള്ള മെറ്റലിന്റെ ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്യുന്നു. അതെന്താണ്? അത് ഇങ്ങോട്ടുണ്ടാവും, ഇതും ഇങ്ങോട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ പൈ ബോണ്ട്. സോ ദ സെക്കൻഡ് ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് ഈസ് നോട്ട് എ സിഗ്മ ബോണ്ട്, ദാറ്റ് ഈസ് എ പൈ ബോണ്ട്. പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? കാരണം ഒരാളുടെ പ്ലെയിനിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? The orbital which is in the plane, the pi orbital which is in the plane of the body interacting with the metal orbital which is again in the plane of the body. അത് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് സിഗ്മ ബോണ്ട്. അതേ സ്ഥലത്ത് തന്നെ അതിന്റെ പൈ സ്റ്റാർ ഓർബിറ്റലും മെറ്റലിന്റെ ഫീൽഡ് ഡി ഓർബിറ്റലും വൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഒരേ പ്ലെയിനിലാണ്, പക്ഷെ എന്താണ്? അത് സൈഡ് വേസ് ആണ്. ദിസ് ഈസ് സിഗ്മ ബോണ്ട് ആൻഡ് ദിസ് ഈസ് പൈ ബോണ്ട്. ഓക്കെ, ഇനിയുള്ള പൈ ഓർബിറ്റൽ, അടുത്ത പൈ ഓർബിറ്റൽ, ഈ അടുത്ത പറയാൻ മാറ്റില്ല. ഈ പൈ ഓർബിറ്റൽ എങ്ങനെ വരക്കുക? ഇതിന്റെ മുമ്പിലും ഇതിന്റെ ബാക്കിലുമായിട്ട് വരക്കണം. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ. നേരത്തെ ഞാൻ പറഞ്ഞു. അതും ഇവിടെയുള്ള മെറ്റലിന്റെ ഹൈബ്രിഡ് ഓർബിറ്റ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഓർബിറ്റിൽ ഇങ്ങനെ സമാന്തരമായിട്ട് ഉണ്ടാവുക. അതിനൊരിക്കലും ഡയറക്റ്റ് ഓവർലാപ്പ് എൻഡോൺ ഓവർലാപ്പ് പറ്റില്ല. അതുപോലെ എന്താണ്? അത് പൈ ബോണ്ട് ആണ്. ദ സെക്കൻഡ് ലിഗാൻഡ് മെറ്റൽ ബോണ്ട് ഈസ് എ പൈ ബോണ്ട്. അതിന്റെ ബാക്ക് ബോണ്ടിങ്ങോ? അതിന്റെ ബാക്ക് ബോണ്ടിങ് വരുമ്പോൾ പിന്നെ കോംപ്ലിക്കേഷൻ ആയി. ആ ബാക്ക് ബോണ്ടിങ് ഒരു ഡെൽറ്റ ബോണ്ടാണ്. ഡെൽറ്റ ബോണ്ട് എന്ന് പറഞ്ഞാല് പൈ ബോണ്ട് പറയാം. പൈ ബോണ്ടിന് എത്ര നോഡ് ഉണ്ട്? ഒരു നോഡ് ഉണ്ട്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? പൈ ബോണ്ട് നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പൈ ബോണ്ട് വരക്കുമ്പോൾ സി സി പ്ലസ് പ്ലസ് നമ്മൾ പൈ ബോണ്ട് സാറിന് വരയ്ക്കും ഇങ്ങനെയാണ്. ഇത് ഓവർലൈപ്പ് പ്ലസ് പ്ലസ് ആണ്. ഓവർലൈപ്പ് ഇങ്ങനെ വന്ന് പ്ലസ് സൈൻ ഇങ്ങനെ വന്ന് മൈനസ് സൈൻ. വി കൻ സീ ദാറ്റ് there is a node here. ഓക്കെ, ഇവിടെ ഒരു ഡെൽറ്റ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി നമുക്ക് ഏകദേശം ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള രണ്ട് ഓർബിറ്റ്, ഇതൊരു ഓർബിറ്റൽ ഡി ഓർബിറ്റൽ, അതേപോലത്തെയുള്ള ഒരു പൈസ്റ്റർ, ഇവിടുത്തെ ഡി ഓർബിറ്റൽ ഇവിടുത്തെ പൈസ്റ്റർ ഓർബിറ്റലും കൂടിയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇതിന് രണ്ട് നോഡ് ഉണ്ടായിരിക്കും. തൽക്കാലം കൂടുതൽ ഡെൽറ്റ ബോണ്ട് നമ്മൾ വേറെ കേസ് പഠിക്കണം, മനസ്സിലാക്കുക. തൽക്കാലം മനസ്സിലാക്കുക. സോ വി കൻ സീ ദാറ്റ് 4 ബോണ്ടുകളുണ്ട് ഇതിന്. when the alkyne or acetylene acts as a 4 electron donor to the same metal center, 4 bonding interactions are there. 2 ligand to metal interactions and 2 metal to ligand interactions. Metal ligand is acting as a donor towards the metal and there is a back bonding corresponding to each of these bond. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ആദ്യത്തെ ഡിവാർത്തേറ്റ് മോഡലുള്ള ഒരു ഡൊണേഷൻ സിഗ്മ ബോണ്ട്, അതിന്റെ ബാക്ക് ഡൊണേഷൻ പൈ ബോണ്ട്. അത് അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ പൈ ഓർബിറ്റൽ ഉപയോഗിച്ചുള്ള ലിഗാൻഡ് മെറ്റൽ ഓവർലാപ്പ് കനോട്ട് ബി എ സിഗ്മ ബോണ്ട്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, രണ്ട് സെന്റേഴ്സ് തമ്മിൽ ഒരിക്കലും ഒന്നിൽ കൂടെ സിഗ്മ ബോണ്ട് പോസിബിൾ അല്ല എന്നത്. അതെന്താണ്? അതൊരു പൈ ബോണ്ടാണ്. രണ്ടാമത്തെ ഡൊണേഷൻ പൈ ബോണ്ടാണ്. സെക്കൻഡ് പൈ ഓർബിറ്റൽ ഈസ് ഡൊണേറ്റഡ് ദി മെറ്റൽ ത്രൂ എ പൈ ഇന്ററാക്ഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ബാക്ക് ഇന്ററാക്ഷൻ ഈസ് എ ഡെൽറ്റ ബോണ്ട്. ഡെൽറ്റ ഇന്ററാക്ഷൻ ഡെൽറ്റ ബോണ്ടാണ്. ക്ലിയർ ആയോ? So you can see that there are 4 interactions. ആദ്യത്തെ രണ്ടെണ്ണം, ഒരു ബോണ്ടിങ്ങും ഒരു ബാക്ക് ബോണ്ടിങ്ങും, സിഗ്മ പൈയും. രണ്ടാമത്തെ ബോണ്ടിങ്ങും ബാക്ക് ബോണ്ടിങ്ങും പൈയും ഡെൽറ്റയും. അങ്ങനെയാണ് 4 ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആരാക്ട് ചെയ്യുന്നത്? ആൽക്കൈൻ ഓർ അസെറ്റിലീൻ ആക്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. In this case, you can see that the C2R2 is found to act as a 4 electron donor towards a tungsten. 2 പൈ ബോണ്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇലക്ട്രോൺ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് തോന്നുന്നത്, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഇലക്ട്രോൺ കൊണ്ട് നോക്കിയാൽ 14 ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട് ടങ്സ്റ്റൺ. 14 6 20 ഇലക്ട്രോൺ കൊണ്ട്.
ടൈം വേണ്ടു എന്താണെന്നറിയില്ല. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഓരോരോ ടങ്സ്റ്റനോടും നമ്മൾ ഈ പറഞ്ഞ സി ഈ പൈ ബോണ്ടും ടങ്സ്റ്റൻ കൊടുക്കുന്നത്. ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. അതിന്റെ കൂടെ ഒരു CO വേറെയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ CO ഇല്ലെങ്കിലും ഏകദേശം നമുക്കറിയാം. CO ഇല്ലെങ്കിലും കൗണ്ടർ റെഡിയാവും. എന്തുകൊണ്ടാണ് CO വരുന്നതെന്ന് അറിയില്ല. എനിവേ എക്സാമ്പിൾ ഗിവൺ ഈസ് വിത്ത് 1 CO ആൻഡ് 3 asset liens. ഇതിലേക്ക് ബോധറിയണ്ട. അപ്പൊ അങ്ങനെയൊക്കെയാണ് അസറ്റ് ലീനും മെറ്റൽ തമ്മിൽ ഇന്ററാക്ഷൻ വരുന്നത്. അപ്പൊ അസറ്റ് ലീൻ മൂന്ന് വിധത്തിലുള്ള ബോണ്ടിങ് മനസ്സിലാക്കുക. ഒന്ന് എന്താണ്, acting as a 2 electron donor to a single metal center, or acting as a 4 electron donor towards the same metal center, or acting as a 4 electron donor bridging two metal centers. Okay. അതിന്റെ റിയാക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, റിയാക്ടിവ് നമ്മൾ നേരത്തെ പറഞ്ഞു, മെറ്റൽ ആൽക്കൈൻ കോംപ്ലക്സ് or metal alkyne bond is found to be more stable than the metal alkene bond. ആൽക്കീനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയ ഇന്ററാക്ഷൻ കാണിക്കുന്നത് ആൽക്കൈൻസ് ആണ് മെറ്റലുമായിട്ട്. ഇനി സിമ്പിൾ ആയിട്ട് കാരണം പറയുന്നത് ആൽക്കൈൻസ് ആർ മോർ ഇലക്ട്രോപോസിറ്റീവ് കമ്പയർഡ് ടു ആൽക്കീൻസ്. ആൽക്കീൻസിനെക്കാളും they tend to be more electropositive, so they can act as better donor, so they can form more stable bond with the metal compared to alkenes. And there are many cases in which alkynes can replace alkenes from complexes. Complexil bond ആയിട്ടുള്ള ആൽക്കീനിനെ റീപ്ലേസ് ചെയ്യാൻ ആൽക്കൈൻസിന് പറ്റും. ആൽക്കൈനെ റീപ്ലേസ് ചെയ്യാൻ പലപ്പോഴും ആൽക്കീൻസിന് പറ്റുന്നില്ല. എന്താ കാണിക്കുന്നത്? മെറ്റലും ആൽക്കൈനും തമ്മിൽ ഇന്ററാക്ഷൻ is stronger than the interaction between the metal and the alkene. Okay. പിന്നെ വേറെ പ്രധാനപ്പെട്ട വ്യത്യാസം കാണുന്നത് ആൽക്കീൻസ്, ഒളിഫീൻസ് ഓർ പോളിയീൻസ്. ഒളിഫീൻസ് പോളിയീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബ്യൂട്ടഡൈൻ പറയുന്നത് ക്യാൻ ബി അറ്റാക്ക്ഡ് ബൈ ഇലക്ട്രോഫൈൽസ്. Electrophiles are found to attack the carbons in alkene complexes or polyene complexes. Whereas such നമ്മൾ മുമ്പ് കഴിഞ്ഞ കേസിൽ എക്സാമ്പിൾ കണ്ടു. ഇത് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. നമ്മളെ 1,3-butadiene ഇന്നത്തെ കേസില് നമ്മുടെ വേറെ ലിഗാൻഡ്സ് ഉണ്ട്. ഈ കോംപ്ലക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. HCl റിയാക്ട് ചെയ്താല് H+ ഇവിടെ റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറും? ഇത് CH. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് ബ്യൂട്ടഡൈൻ കോംപ്ലക്സിന്റെ കേസ് കണ്ടാണ്. ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഇങ്ങനെയായി മാറും. ആൻഡ് ദിസ് Cl gets joined with iron. ഈ കേസ് എക്സാമ്പിൾ കണ്ടതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H+ onto this carbon atom. മനസ്സിലായില്ലേ? സച്ച് റിയാക്ഷൻസ് ആർ കോമൺ ഫോർ alkene or polyene complexes, but that is not common for alkene. Alkene complexes ഇങ്ങനെ ഇലക്ട്രോഫൈലോട് അറ്റാക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് വളരെ റെയർ ആണ്, ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെങ്കിൽ ആൽക്കീൻസിന്റെ കേസിലും പോളിയീൻസിന്റെ കേസിലും പോളിയീൻസ് ബ്യൂട്ടഡൈൻ കേസിലും അത് വളരെ കോമൺ ആണ്. അറ്റാക്ക് ഓഫ് ദി കാർബൺ ആറ്റം. ദി കാർബൺ എന്ന് പറയുന്ന കാരണം എന്താണ്? ഈ ആൽക്കീനിലുള്ള അല്ല പോളിയീനിലുള്ള മെറ്റലുമായിട്ട് ബോണ്ടായിട്ടുള്ള കാർബൺ ആറ്റത്തെ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ റിയാക്ഷൻസ് കോമൺ ആണ്. നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. അങ്ങനത്തെ റിയാക്ഷൻ ഇവിടെ വളരെ റെയർ ആണ്. ആ കേസിൽ ഇൻ ദി കേസ് ഓഫ് ആൽക്കൈൻസ് ഒരു പ്രത്യേകത കാണുന്നത് ഈ ടെർമിനൽ ആൽക്കൈൻസ്. ടെർമിനൽ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും മനസ്സിലുണ്ടാവും. ടെർമിനൽ ആൽക്കൈൻസ് മീൻസ് വിത്ത് ദി ഫോർമുല ഒരു ഭാഗത്ത് വെച്ചാൽ that is the triple bond is at the end of a carbon chain. ഇതാ ഏറ്റവും സിമ്പിൾ ആയ ആൽക്കൈൻ ആണ്. അടുത്തത് പ്രൊപ്പൈൻ നമ്മൾ CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. അടുത്തത് വേണമെങ്കിൽ CH3 C triple bond C CH3. This is a ethyl, this is a propyl, this is a 2-butyl.
2-butyne, because triple bond ഇവിടെ അങ്ങനെ 1-butyne ആണ്, ഇവിടെ ആകുമ്പോൾ 2-butyne ആണ്. This is a terminal alkyne, no doubt. This is also a terminal alkyne because triple bond is at the end. This is not a terminal alkyne because a terminal alkyne അങ്ങനെ എന്താവും, അതിന്റെ കൂടെ വെച്ച് വരും. എനിക്ക് ഒരച്ച് രണ്ടച്ച് വന്നാൽ തീർന്ന്, ഒരച്ചെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ടെർമിനൽ ആൽക്കൈൻ. മറ്റേ ഭാഗത്തുള്ള ഗ്രൂപ്പ് ബിയിലോ ഈ ചെയിൻ എത്ര നീണ്ടാലും ടെർമിനൽ ആൽക്കൈൻ തന്നെയാണ്. ഇവിടെ എത്ര നീണ്ടാലും അതെന്താണ്, അത് ഓൾവേസ് ദാറ്റ് ഈസ് നോട്ട് എ ടെർമിനൽ ആൽക്കൈൻ. ടെർമിനൽ ആൽക്കൈൻ ആണെങ്കിൽ ഒരു വശത്തെങ്കിലും എന്ത് വേണം, എച്ച് വേണം. ശരി, ഇവിടെ എന്താവാ CH3 CH2 എന്നൊക്കെ ആവാം. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ടെർമിനൽ ആൽക്കൈൻ ആണ്. ഇങ്ങനത്തെ ആൽക്കൈൻ ജനറൽ ആയിട്ടുള്ള ഫോമുലാണ് RC ട്രിപ്പിൾ ബോണ്ട് CH. Is saying that a terminal alkanes when bound to a metal can easily undergo some type of tautomerization into like this. See, this type of interaction can change into this. This is called a vinylidene group. Vinylidene. So vinyl കാണുന്നത് ഇതുപോലെ ആയിട്ട് മാറും. ഇത് changes into this. Okay, can tautomerize into this type. That is the alkyne complex can change over into the vinylidene. ഒന്നും കൂടുന്നില്ല. RCH ഇവിടെയുള്ള H, അതാണ് ഇവിടെ ടെർമിനൽ ആൽക്കൈൻ ഞാൻ പറഞ്ഞ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് H മാറാൻ H മാറിയിട്ട് സിന്റെ കൂടെ വരികയാണ്. ഈ ബോണ്ട് ഇങ്ങോട്ട് പോവാണ്, മനസ്സിലായില്ലേ? ഈ ഡബിൾ ഇങ്ങോട്ട് പോയി M ഡബിൾ ബോണ്ട് C HR. ഈ ബോണ്ട് ഇങ്ങോട്ട് പോയി, ഈ ബോണ്ട് H പോയി, ആ ബോണ്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയായി. ഈ ബോണ്ട് ഇങ്ങോട്ട് പോയി, H ഇവിടെ വന്നു. അപ്പൊ എന്തായി, MC ഡബിൾ ബോണ്ട് CHR, MC ഡബിൾ ബോണ്ട് CHR ആയി മാറി കഴിഞ്ഞു. ഈ ടൈപ്പ് റിയാക്ഷൻസ് കാണിക്കുന്നുണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞ മറ്റേ ടൈപ്പ് എന്താണ്, ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓൺ ദി കോർഡിനേറ്റഡ് കാർബൺ ഈസ് നോട്ട് സീൻ ഇൻ ആൽക്കൈൻ കോംപ്ലക്സസ്. ഓക്കെ, ആൽക്കൈൻ കോംപ്ലക്സ് റിപ്പീറ്റ് എത്രയും മതി. ആൽക്കൈൻ ഓർ നമ്മൾ ഞാൻ നേരത്തെ പറയാം, സിലബസ് പറഞ്ഞിരിക്കുന്നത് എടുത്ത് പറയുന്നത് C2H2 എന്നാണ്. പക്ഷേ C2H2 കോംപ്ലക്സിനേക്കാൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൻസിന്റെ കോംപ്ലക്സ് ആണ് കോമൺ ആയിരിക്കുന്നത്. ഈ ടെർമിനൽ ആൽക്കൈൻ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ, അതായത് sp കാർബണിൽ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ പറയേണ്ടായിരുന്നു. ഇതിന്റെ കോംപ്ലക്സസ് അത്ര സ്റ്റേബിൾ അല്ലെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. എന്താണ്, ഈ രണ്ട് ഹൈഡ്രജനും ഹൈലി അസിഡിക് ആണ്. So that can easily undergo some reaction. എന്തുകൊണ്ട് അസിഡിക് ആയിരിക്കുന്നത്? Because of the hybridization of carbon is sp and sp carbon, you can see sp3 കാർബണിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് sp2 കാർബൺ, അതിനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് sp കാർബൺ. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. That can easily be replaced. അതുകൊണ്ട് തന്നെ ഇത് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ some reaction may occur depending on the substitution of this hydrogen. ഹൈഡ്രജൻ മാറിയിട്ട് നേരത്തെ നമ്മുടെ വിനഡിയുടെ കേസ് പറഞ്ഞ പോലെ ആകെ ഒരു ചേഞ്ച് ഒക്കെ വരുന്നത് കൊണ്ട് ഇതൊരിക്കലും സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റൻസിന് കുറവാണ്. അതുകൊണ്ടാണ് ആൽക്കൈൻ കോംപ്ലക്സിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലും it is not a pure acetylene but it is a substituted alkyne where these hydrogens are substituted by certain alkyl or aryl group and the complexes formed by such molecules are found to be more stable. Okay. ഇന്നത്തെ കാര്യം അത്രയും മതി.